വെൽക്കം ടു ഹെലൻ റിയാക്സ്. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ വാർത്തകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജയ്, ഇളയ ദളപതി വിജയ് സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. അതെ, വിജയ് ഇനി സിനിമകളിൽ ഉണ്ടാവില്ല. 2 വർഷത്തിന് ശേഷം വിജയുടെ പുതിയ പാർട്ടിയായ തമിഴക വെട്രി കഴകം രാഷ്ട്രീയത്തിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവാൻ പോവാണ്. വിജയ് ഓൾറെഡി പാർട്ടി രൂപീകരിച്ചു, അതിലുള്ള മെമ്പേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യാൻ തുടങ്ങി. വരണ പ്രൈം മിനിസ്റ്റർ ഇലക്ഷന് ഒരു പാർട്ടിക്കും, അതായത് ബാക്കി പൊളിറ്റിക്കൽ പാർട്ടീസിനൊന്നും ഒരു രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കില്ല എന്നുള്ള ക്ലെയിംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല, ഇത് കൂടാതെ ഒരു ഒഫീഷ്യൽ റിലീസും വിജയ് ട്വിറ്ററിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. യെസ്, ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തമിഴ് സിനിമകളും തമിഴ് പാട്ടുകളും ഒക്കെ കാണുന്നത് ഭയങ്കര കാര്യമായിട്ട് ക്ലാസ്സിൽ വലിയ സംഭവമായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു 5, 6, 7 ക്ലാസ്സിൽ. ആ സമയത്ത് വേട്ടക്കാരൻ, അതുപോലെ തഞ്ചാവൂർ ജില്ലക്കാരി, ആ പാട്ടൊക്കെയുള്ള സിനിമ, ഞാൻ സിനിമ പേര് മറന്നുപോയി. അതൊക്കെ ഇറങ്ങിയൊരു ടൈമാണ്. സൺ മ്യൂസിക്കിലൊക്കെ വിജയുടെ പാട്ട് ഒരുപാട് ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട്, സൂര്യയുടെ പാട്ടൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് നിന്നുകൊണ്ടിരുന്ന ഒരു സമയമാണ്. അപ്പം അന്ന് മുതലേ ഞാൻ വിജയ് സൂര്യ ഭയങ്കര വലിയൊരു ഫാനായിരുന്നു. ഇപ്പോൾ ഈ കുറേ വർഷങ്ങൾക്ക് ശേഷം വിജയ് ഇനി സിനിമയെല്ലാം നിർത്തി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ ഭയങ്കര എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. എനിവേ, തമിഴക വെട്രി കഴകം വിജയുടെ പുതിയ പാർട്ടി 2 വർഷത്തിന് ശേഷം ആക്റ്റീവ് ആവാൻ പോകാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവരുടെ പ്രസ് റിലീസ് അനുസരിച്ച് വിജയ് എല്ലാ ലിവിങ് ബീയിങ്സിനുമാണ് ആ അതായത് അവരുടെ പാർട്ടിയുടെ ഒഫീഷ്യൽ റിലീസ് കൊടുത്തേക്കുന്ന എല്ലാ ലിവിങ് ബീയിങ്സിനുമാണ്. അപ്പം അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തമിഴ്നാട്ടിൽ കൊറപ്ഷൻ, അഴിമതി ഒരുപാട് ധാരാളമായിട്ടുണ്ട്. അതുപോലെ ജാതി മതം അനുസരിച്ചാണ് ഇപ്പം പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ചിന്തകൾ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണേ. അപ്പം ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിജയുടെ പാർട്ടി എക്സിസ്റ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റി ഇനി മുതൽ, അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെ ചേഞ്ചുകൾ കൊണ്ടുവരാൻ പോകാമെന്നാണ് വിജയ് ക്ലെയിം ചെയ്യുന്നത്. ജാതി മത ഭേദമന്യേ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ല രീതിയിൽ മക്കൾക്ക് വേണ്ടി ഒരു പാർട്ടി രൂപീകരിച്ച് അത് മക്കൾക്കുള്ള പ്രവൃത്തികൾ കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോൾ വിജയ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇനി വരും വർഷങ്ങളിൽ നമുക്ക് കാണാം. കാരണം 2026 വിജയുടെ പാർട്ടി ആദ്യമായിട്ട് മത്സരിക്കാൻ പോകുന്നത് ചീഫ് മിനിസ്റ്റർ ഇലക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കുന്നു, ഇനി വിജയുടെ പാർട്ടി ജയിക്കുകയാണെങ്കിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വിജയുടെ പാർട്ടി ജയിക്കുമെന്നാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഒപ്പീനിയൻ പറയാം. പിന്നെ വിജയ് ഇപ്പോൾ ഒരുപാട് സിനിമ നടന്മാരും നടികളും പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ വിജയ് സിനിമ വിട്ട്, ഇപ്പോൾ വിജയ് എന്ന് പറയുമ്പം സിനിമയിൽ ഭയങ്കരമായിട്ട് ഹീറോയിക് പരിവേഷമുള്ള ഒരു വ്യക്തിയാണ്. എല്ലാ ആളുകളെയും രക്ഷിച്ച്, ചിലർ രക്ഷകൻ വിജയ് എന്നാണ് ട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആളുകളെയും രക്ഷിച്ച്, അതുപോലെ വളരെ പാസം, തമ്പി പാസം, സിസ്റ്റർ പാസം, അമ്മ പാസം, അങ്ങനെ എല്ലാവരോടും ഭയങ്കര പാസമുള്ള, സ്നേഹമുള്ള, എല്ലാവരെയും രക്ഷിക്കുന്ന ഒരു നടനാണ് വിജയ്. അപ്പോൾ ഒബ്വിയസ്ലി ആൾക്കാരുടെ മനസ്സിൽ വിജയ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഇയാൾ നമ്മളെ രക്ഷപ്പെടുത്തും, അല്ലെങ്കിൽ ഓക്കെ, വിജയ് എന്ന് പറയുമ്പോൾ ഒരു ഹീറോയിക് പരിവേഷം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ആ ഒരു ഹീറോയിക് പരിവേഷം കൊണ്ട് വിജയ് ഇനി പൊളിറ്റിക്സിൽ ജയിക്കുമോ എന്നുള്ളത് പേഴ്സണലി എൻ്റെ ഒരു സംശയമാണ്. അതായത് ആളുകൾക്ക് കൊടുത്തൊരു ഇമേജ് ഉണ്ടല്ലോ, ഒരു ഹീറോയിക് ഇമേജ് സിനിമകളിലൂടെ. സിനിമ എന്ന് പറയുന്നത് വലിയൊരു, നമ്മുടെ ദൃശ്യം സിനിമ പറയുന്ന പോലെ വലിയൊരു ഇതാണല്ലോ സിനിമ. അപ്പോൾ ഈ പറയുന്ന നമ്മൾക്ക് സിനിമ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സിനിമ കുറേയൊക്കെ നമ്മളെ എവിടെയൊക്കെയോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ MGR ഒക്കെ ആണെങ്കിലും ഇങ്ങനെ പൊളിറ്റിക്സിൽ വന്ന് ജയിച്ച ഒരാളാണ്. അപ്പം വിജയ് അതുപോലെ ആവുമോ? വിജയ് ഇനി ഫസ്റ്റ് ടേണിൽ തന്നെ വിജയ് ജയിക്കുമോ എന്നൊക്കെയുള്ള ജയിക്കുമെന്ന ഒരു കാര്യത്തിന് കുറച്ചുകൂടെയും ഒരു ഉറപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വിജയ് ഓൾറെഡി ഒരു ഹീറോയിക് പരിവേഷം ജനങ്ങളിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്.
അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. എല്ലാ കാര്യങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്ത്, അതായത് ജാതി കാരനാണ്, മതം കാരനാണ് ഇപ്പോൾ കുറേ പൊളിറ്റിക്കൽ പാർട്ടീസ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, മാത്രമല്ല ഇവിടെ കൊറപ്ഷൻ ഉണ്ട്, ആളുകൾക്ക് കറക്റ്റായിട്ട് അവർക്ക് വേണ്ടതൊന്നും കിട്ടുന്നില്ല, നീതിയില്ല, ന്യായമില്ല എന്നുള്ള രീതിയിലൊക്കെ വിജയ് ഒഫീഷ്യൽ റിലീസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു എല്ലാ പ്രശ്നങ്ങളും മാറ്റുന്ന ഒരു ഹീറോ ഇനി പൊളിറ്റിക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വിജയുടെ പോലുള്ള ഒരാൾക്ക് എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഹീറോയ്ക്ക് എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ പറ്റും എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ ആളുകൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 2026 ശേഷം തമിഴ്നാട്ടിലെ CM ചിലപ്പോൾ വിജയ് ആയിരിക്കാം. എന്തായാലും വിജയ് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും സുരേഷ് ഗോപി, പിന്നെ പ്രകാശ് രാജ്, കമലഹാസൻ, ഇവരൊക്കെ പൊളിറ്റിക്സിലേക്ക് വന്ന ആളുകളാണ്. പക്ഷെ വിജയ് സിനിമ മുഴുവനായിട്ട് വിട്ടാണ് പൊളിറ്റിക്സിലേക്ക് വരാൻ നിൽക്കുന്നത്. അപ്പം ഒരുപാട് വർഷത്തെ പ്രിപ്പറേഷൻ ആണെന്നാണ് വിജയ് ക്ലെയിം ചെയ്യുന്നത്. മാത്രമല്ല നമുക്കറിയാം ജല്ലിക്കെട്ടിൻ്റെ കാര്യത്തിലും അണ്ണാ ഹസാരയ്ക്കൊക്കെ വേണ്ടി വിജയ് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പൊളിറ്റിക്സിലേക്ക് അദ്ദേഹം ഓൾറെഡി കുറേയൊക്കെ കാര്യങ്ങൾ മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നല്ല പ്ലാനോടെ ആണ് വിജയ് പൊളിറ്റിക്സിലേക്ക് വരുന്നത്. എനിവേ, സിനിമാ നടന്മാരുടെ അല്ലെങ്കിൽ നടിമാരുടെ പൊളിറ്റിക്സിലേക്കുള്ള എൻട്രി ഇപ്പോൾ കൂടി വരികയാണ്. എന്തുകൊണ്ടായിരിക്കും ഇതെന്ന് എൻ്റെയും വലിയൊരു സംശയമാണ്. നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ടാണെന്നാണ് തോന്നുന്നത്? എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യും. വിജയുടെ പൊളിറ്റിക്സ് എൻട്രീനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യും. എനിവേ, അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.